എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ കുട്ടപ്പൻ അവൻ ഒരുപാട് ഹാപ്പി ആയിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇപ്പൊ കളിക്കാനായിട്ട് വരും. അതിനവര് നിന്നെ പോലെ ഒരു മോൺസ്റ്ററിനെ ഒരിക്കലും ഞങ്ങള് കൂട്ടത്തിൽ കൂട്ടില്ലാന്ന് പറഞ്ഞ് കുട്ടപ്പനെ തട്ടി മാറ്റി അവരവിടെ ഓടിപ്പോവും. അത് കാണുമ്പോ നമ്മുടെ കുട്ടപ്പന് ഇപ്പൊ ഒരുപാട് വിഷമാവും. അവനിപ്പോ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഒരു ഷോപ്പില് ഇപ്പൊ ഒരുപാട് മുഖംമൂടികൾ കാണും. അപ്പൊ കടയുടെ ഉടമ ഇപ്പൊ കുട്ടപ്പൻ അത് നോക്കി നിൽക്കുന്ന കണ്ട് കുട്ടപ്പനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് അവനെ തള്ളി പുറത്തേക്കാക്കും. അതിന് കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും, ഞാനൊന്നും ചെയ്തില്ല, നിങ്ങളുടെ കടയിലുള്ള സാധനങ്ങള് അത് ഞാൻ വെറുതെ നോക്കി നിന്നതാണെന്ന് പറയുമ്പോ കടക്കാരൻ വീണ്ടും കുട്ടപ്പനെ ഇപ്പൊ അറഞ്ചം പൊറഞ്ചം അടിക്കും. നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി ഇപ്പൊ കുട്ടപ്പനെ അവരുറ്റു നോക്കുമ്പോ ഷിനോയും ചോച്ചിയും അവർ രണ്ടുപേരും അത് കാണും. അപ്പൊ കടക്കാരൻ ആള് ഫുൾ കലിപ്പില് ആ മാസ്ക് അവന് നേരെ വലിച്ചെറിയും. നിനക്കിതല്ലേ വേണ്ടത്, ഇനി മേലാൽ നിന്നെ ഇവിടെ കണ്ടുപോരുത്. കുട്ടപ്പന് അവനത് താങ്ങാൻ കഴിയാതെ ഇപ്പൊ അവിടുന്ന് മുൻപോട്ട് ഓടും. കട്ട് ചെയ്ത രാത്രിയില് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ 3 പിള്ളേര്, അവര് 3 പേരും ചേർന്ന് കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും ധൈര്യമുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അവര് പരസ്പരം പറയും, നമ്മുടെ തൊട്ടടുത്തുള്ള കല്ലറ അവിടെ ഒരു പ്രത്യേക സ്റ്റിക്കുണ്ട്, അത് നമ്മളിൽ 3 പേര് ആരാണോ ഒട്ടും പേടിക്കാതെ ചുരുക്ക സമയം കൊണ്ട് ഇവിടേക്ക് എടുത്തുകൊണ്ട് വരിക അവരായിരിക്കും ഈ ഗെയിമിൽ ജയിക്കുക. അപ്പൊ ആദ്യമായിട്ട് ഒരുത്തൻ ഇപ്പൊ ഒരു ലൈറ്റൊക്കെ പിടിച്ച് പേടിച്ചു വരച്ച് കല്ലറകൾക്കിടയിലൂടെ ഇപ്പൊ മുൻപോട്ട് നടന്നു വരും. അവൻ പതിയെ കുനിഞ്ഞ് ആ ഒരു സ്റ്റിക്ക് എടുക്കാൻ പോകുന്ന അതേ സമയത്ത് എന്തോ ഒരു ഭീകര രൂപം അവന്റെ തൊട്ട് മുൻപിൽ വരും. അത് കണ്ട് പേടിച്ചു തൂറി അവൻ ആ ലൈറ്റും വലിച്ചെറിഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് ട്രൗസറും പൊക്കി ഓടും. ഇവന്റെ ഓട്ടവും കാറിലും കണ്ട് അവിടേക്ക് ഇറൂക്ക സെൻസായി വരും. ഉടനെ അവൻ ഇപ്പൊ മാസ്റ്ററിനോട് പറയും, അവിടെ എന്തോ ഒരു മോൺസ്റ്റർ ഉണ്ട്, അതിനെ കണ്ട് ഞാൻ പേടിച്ചു. അപ്പൊ ഇറൂക്ക സെൻസായി ആളവിടേക്ക് ഓടിയെത്തും. അപ്പൊ ആ ഒരു മോൺസ്റ്റർ അതിപ്പോഴും അവിടെ തന്നെ നിൽക്കാണ്. ഇറൂക്ക മാസ്റ്റർ ചാടി മറിഞ്ഞ് ഇപ്പൊ അതിനെ അടിക്കാൻ നോക്കും. കാര്യം കൈവിട്ട് പോയെന്ന് മനസ്സിലാക്കുമ്പോ അവനിപ്പോ അവന്റെ മാസ്ക് കഴിച്ചു മാറ്റും. അത് മറ്റാരുമല്ല നമ്മുടെ കുട്ടപ്പൻ. അവൻ പറയും, ഹലോ, ഹായ്, ഇത് ഞാനാണ്, നിങ്ങളുടെ കുട്ടപ്പൻ. മാസ്റ്റർ പേടിച്ചു പോയോ? അപ്പൊ അവനെ കാണുമ്പോ ഇപ്പൊ ഇറൂക്ക സെൻസായി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഇറൂക്ക സെൻസായിയുടെ പപ്പയും അമ്മയും അവര് രണ്ടുപേരും ഇറൂക്കയോട് യാത്ര ചോദിച്ച് ആ ഒരു 9 ടൈലിന് അതിനെ പിടിക്കുന്ന മിഷന് വേണ്ടി ഇപ്പൊ പുറപ്പെട്ടു പോവാണ്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ കാണുന്നത് ആ ഒരു 9 ടൈൽ അറ്റാക്കില് മരിച്ചു കിടക്കുന്ന അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഡെഡ് ബോഡിയാണ്. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ മാസ്റ്ററിനോട് ചോദിക്കും, മാസ്റ്റർ എന്തു പറ്റി? അതിന് മാസ്റ്റർ ടെൻഷനായിട്ട്, നിർത്തിനടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. നീ നേരം വെളുത്താലും രാത്രി ആയാലും ആർക്കും സൗര്യം കൊടുക്കില്ലല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇപ്പൊ ഇറൂക്ക സെൻസായി കത്തി വലിച്ചു വരും. അത് കാണുമ്പോ ഇപ്പൊ നമ്മുടെ ചെക്കൻ അവൻ ഷോക്കാവും. അപ്പൊ കുട്ടപ്പൻ പറയും, നിങ്ങളും എന്നെ മറ്റുള്ളവരെ പോലെ തന്നെയാണ് കാണുന്നത്, നിങ്ങൾ എന്റെ മാസ്റ്റർ അല്ലേ, കുറച്ച് സ്നേഹം എനിക്ക് തന്നൂടെ, ഞാൻ ഉറപ്പായിട്ടും 5th ഹൊക്കാഗെയായി മാറും. പക്ഷെ ഇനി ഒരിക്കലും ഞാൻ അക്കാദമിയിലേക്ക് മടങ്ങി വരില്ല എന്ന് പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ട് കുട്ടപ്പൻ തിരിഞ്ഞു നടക്കും. അത് കാണുമ്പോ ഇപ്പൊ ഇറൂക്ക സെൻസായിക്കും എന്തോ ഒരു വലിയ കുറ്റബോധം തോന്നും. ഞാൻ അവനോട് ഒരുപാട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മാസ്റ്റർ ഇപ്പൊ തല താഴ്ത്തി നിൽക്കും. കട്ട് ചെയ്താ നെക്സ്റ്റ് ഡേ ക്ലാസ് കാണിക്കും. മാസ്റ്റർ ക്ലാസ്സിൽ എത്തുമ്പോ തന്നെ ഇറൂക്കയ്ക്ക് മനസ്സിലാവും കുട്ടപ്പൻ അവൻ ക്ലാസ്സിൽ വന്നിട്ടില്ലെന്ന്. മാസ്റ്റർ ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് ഇപ്പൊ കുട്ടപ്പനെ കണ്ടോ, അവൻ എവിടെയാ ഉള്ളേ എന്നിങ്ങനെ ഒരുപാട് പേരോട് ചോദിക്കും. പക്ഷെ ആർക്കും കുട്ടപ്പനെ കുറിച്ച് ഒന്നും അറിയില്ല. പിന്നീട് ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ ഇറൂക്ക മാസ്റ്റർ ആള് 3rd ഹൊക്കാഗെ കാണാൻ ശ്രമിക്കും. പക്ഷെ ഹൊക്കാഗ മാസ്റ്ററിന് പിടികൊടുക്കാതെ എസ്കേപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ഇറൂക്ക സെൻസായിക്ക് ഒരുപാട് സാഡായിട്ട് ഇപ്പൊ ഒരു ബെഞ്ചിൽ പോയിരിക്കും. അപ്പൊ സെൻസായുടെ തൊട്ടടുത്തായിട്ട് ആരുടെയോ ശബ്ദം കേൾക്കും. ആരോ വിളിച്ചു പറയും, ഇതെന്റെ സ്ഥലമാണ്, ഇവിടെ ഞാനാണ് പതിവായിട്ടിരുന്ന് ബുക്സ് ഒക്കെ വായിക്കാറുള്ളത്, നീ ഇങ്ങോട്ട് വന്നതുകൊണ്ട് എന്റെ കോൺസെൻട്രേഷൻ പോയിന്ന് പറയുമ്പോ ഇറൂക്ക തലപൊക്കി അതാരാണ് നോക്കും. അത് മറ്റാരുമല്ല, കാക്കാഷി മാസ്റ്റർ. ഇറൂക്ക മാസ്റ്റർ സോറി പറഞ്ഞ് ഞാൻ പോയിക്കോളാന്ന് പറയുമ്പോ അതിന് കാക്കാഷി പറയും, അത് കുഴപ്പമില്ല, ഇന്നൊരു ദിവസം ഞാൻ പോയിക്കോളാം, നിന്നെ കാണുമ്പോ നിനക്ക് എന്തോ പറയാനുള്ളത് പോലെ തോന്നുന്നു, എന്തേലും കുഴപ്പമുണ്ടോന്ന് ഇപ്പൊ കാക്കാഷി ചോദിക്കും. അപ്പൊ ഇറൂക്ക പറയാൻ തുടങ്ങും, ഞാൻ ആക്ച്വലി കുട്ടപ്പന്റെ ക്ലാസ് ടീച്ചറാണ്, എന്നെ കൊണ്ട് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് ആ ക്ലാസ് ടീച്ചർ സ്ഥാനം, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അവന്റെ ക്ലാസ് ടീച്ചർ സ്ഥാനം അതൊഴിയണം. അതിന് കാക്കാഷി പറയും, ഇതാണോ ഇത്രയും വലിയ കാര്യം, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് കാക്കാഷിയും 3rd ഹൊക്കാഗെയും ഇറൂക്ക മാസ്റ്ററും. അപ്പൊ ഇറൂക്ക മാസ്റ്റർ പറയും, ബാറ്റിലില് എനിക്ക് കുറച്ച് പരുക്ക് പറ്റി,
പക്ഷേ എനിക്ക് ഏറ്റവും വിഷമമായത് ഞാൻ കാരണമാണ് ഈ ബാറ്റിൽ തോറ്റുപോയത്. അതിന് ഹൊക്കാഗെ പറയും, അത് കുഴപ്പമില്ല, ബാറ്റില് ഇതൊക്കെ സാധാരണമാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അതിന് ഇറൂക്ക പറയും, ഞാൻ ഓക്കെയാണ്, പക്ഷെ എനിക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് ആക്ച്വലി ഇപ്പൊ പഴയതുപോലെ ബാറ്റിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അക്കാദമിയില് ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യണമെന്നാണ്. ഹൊക്കാഗെ അനുവദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കതിന് സാധിക്കും. അത് കേട്ട് ഹൊക്കാഗെ ചിരിക്കും, അത്രേ ഉള്ളോ? കുഴപ്പമില്ല, അടുത്ത ദിവസം മുതൽ അക്കാദമിയില് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നീ ജോയിൻ ചെയ്തോ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ കാക്കാഷി പറയും, അന്ന് നിന്നെ കാണുമ്പോ നീ വളരെ ഹാപ്പി ആയിരുന്നു. മാത്രമല്ല നിന്റെ ഉള്ളില് ഒരു വലിയ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു യഥാർത്ഥ മാസ്റ്റർ അവൻ ആദ്യം മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിന് മുൻപ് അവനെ തന്നെ മനസ്സിലാക്കണം. അതിന് ഇറൂക്ക മാസ്റ്റർ, ആ 9 ടൈൽ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടമായത്. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് കുട്ടപ്പനെ അവനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഒരു സ്റ്റുഡൻ്റായിട്ട് അവനെ കൺസിഡർ ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല. അതിന് കാക്കാഷി പറയും, അത് വളരെ സിമ്പിളാണ്. തേർഡ് ഹൊക്കാഗെ നിന്നെ ഇതിന് തെരഞ്ഞെടുത്തത് പോലും നിനക്ക് അത്രയും കഴിവുള്ളതുകൊണ്ടാണ്. നീ മനസ്സ് വെച്ചാ ഉറപ്പായിട്ടും കുട്ടപ്പനെ മനസ്സിലാക്കാനും അവനെ കൺട്രോൾ ചെയ്യാനും നിനക്ക് കഴിയും. നിന്നെക്കൊണ്ട് മാത്രമേ അതിന് കഴിയൂ. കാക്കാഷി അത്രയും പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. ഇറൂക്ക മാസ്റ്റർ ആളെന്തൊക്കെയോ ചിന്തിച്ച് ഒരുപാട് വിഷമത്തില് ഇപ്പൊ സ്കൂളിലേക്ക് വരും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് കുട്ടപ്പനും കുറച്ച് കുട്ടികളും കളിക്കുന്നത് കാണും. അപ്പൊ അവരുടെ പാരന്റ്സ് വന്ന് ഇപ്പൊ ആ കുട്ടികളെ അവരുടെ അടുത്തേക്ക് വിളിക്കും. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടപ്പനുമായിട്ട് കളിക്കാൻ പോവരുതെന്ന്. അവൻ ഭയങ്കര ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് അവരിപ്പോ ആ കുട്ടികളുടെ കൈ പിടിച്ച് വലിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഷിക്കമരുവിന്റെ പപ്പ അവിടേക്ക് വന്ന് ഷിക്കമരുവിനെയും ചോച്ചിയെയും കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കും. അത് കാണുമ്പോ നമ്മുടെ കുട്ടപ്പന് ഒരുപാട് വിഷമാവും. എനിക്കും ഇപ്പോ അവരെ പോലെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോവാനും അവര് വന്നേനേന്ന് പറഞ്ഞ് കുട്ടപ്പൻ ഒരുപാട് വിഷമത്തില് നദീരടുത്തേക്ക് ഇപ്പൊ നടന്നു ചെല്ലും. അപ്പൊ നദീരടുത്തായിട്ട് ഇപ്പൊ സാസുക അവനും ഒറ്റപ്പെട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ട് കുട്ടപ്പൻ കാണും. ഒരു സെക്കൻഡ് അവര് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കും. കാരണം അവര് രണ്ടുപേരും ഇപ്പോ തുല്യ ദുഃഖിതരാണ്. പിന്നീട് മുഖം തിരിച്ച് രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ രാത്രിയില് ഇറൂക്ക സെൻസായിക്കാണെങ്കില് ഇറൂക്ക സെൻസായിക്ക് ഇപ്പൊ കുട്ടപ്പനെ ഓർത്ത് ഒരുപാട് വിഷമം തോന്നും. അതേ സമയത്ത് ആ ഒരു 9 ടൈല് അതിനെ ഓർക്കുമ്പോ ഒരുപാട് ദേഷ്യവും വരും. ഇവിടെ കുട്ടപ്പൻ അവൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അവനവന്റെ പാരന്റ്സിനെ ഓർത്ത് ഉറങ്ങാതെ അങ്ങനെ ഇരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ നമ്മുടെ കുട്ടപ്പനാവട്ടെ അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ പ്രഭാത കർമ്മങ്ങള് അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആരോ ഒരാൾ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ട് കുട്ടപ്പൻ ഡോറിന്റെ കീ ഹോളിലൂടെ ഇപ്പൊ പുറത്തേക്ക് നോക്കും. അപ്പൊ പുറത്ത് നിൽക്കുന്ന ഇറൂക്ക മാസ്റ്റർ കണ്ട് കുട്ടപ്പൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഷോക്കാവും. മാസ്റ്ററിനെ കണ്ട ഉടൻ നമ്മുടെ ചെക്കൻ അവൻ ഡ്രസ് ഇട്ട് ഇപ്പൊ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടും. മാസ്റ്റർ ഒരുപാട് നേരം ഡോർ നോക്ക് ചെയ്തിട്ടും ആരും ഡോർ തുറക്കില്ല. മാസ്റ്റർ ഡോർ തുറന്ന് ഇപ്പൊ അകത്തേക്ക് കയറും. അതിന്റെ ഉള്ളില് ഇപ്പൊ കുട്ടപ്പന്റെ പൊടി പോലും ഇല്ല. മാത്രമല്ല അവൻ കഴിച്ചു വെച്ച ഒരു ന്യൂഡിൽസിന്റെ പാക്ക് കാണും. ഈ ഒരു ചെറിയ ന്യൂഡിൽസ് മാത്രമാണോ ഇവൻ കഴിക്കണേ? കട്ട് ചെയ്താ ഇവിടെ ഷിക്കമൊരു അവന്റെ പപ്പയോട് ചോദിക്കും, പപ്പ കുട്ടപ്പനെ എല്ലാവരും അവോയ്ഡ് ചെയ്യാണ്, അവൻ എന്തിനായിരിക്കും ഇങ്ങനെ എല്ലാവരും അവോയ്ഡ് ചെയ്യണേ? അതിനവന്റെ പപ്പ ചോദിക്കും, നീ കുട്ടപ്പനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അതിനവൻ, ഞാൻ ചിന്തിക്കാറില്ല, പക്ഷെ മറ്റുള്ളവര് അവനെ അവോയ്ഡ് ചെയ്യുന്ന കാണുമ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട്. അപ്പൊ അവന്റെ പപ്പ പറയും, നിനക്ക് അവനോട് കൂട്ടുകൂടാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകൂടാം. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പൻ അവൻ ഹായ് ആയിട്ട് ടൗണിലൂടെ പാട്ടൊക്കെ പാടി അങ്ങനെ നടക്കുകയാണ്. അപ്പൊ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ 4 പിള്ളേര് സെറ്റ് അവനിപ്പോ കുട്ടപ്പനെ റൗണ്ട് ചെയ്ത് നിൽക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ചോച്ചിയും ഷിനോയും അവര് രണ്ടുപേരും ഈ സീൻ കാണും. ഇവിടെ ആ ടീം അവര് കുട്ടപ്പനോട് പറയും, നിനക്ക് ഞങ്ങളുടെ ടീമിൽ ചേരാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊരു കണ്ടീഷനുണ്ട്. കഴിഞ്ഞ ദിവസം ആ മലയ്ക്ക് പിന്നില് വലിയൊരു യുദ്ധം നടന്നു. അതിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അതിലൊരു ഡെഡ് ബോഡി നീ എടുത്തോണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണം. അങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞങ്ങൾ കൂടെ കൂട്ടാം. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഹാപ്പി ആവും. ഒരു കുഴപ്പമില്ല, ഞാൻ കൊണ്ടുവരാം, അതിനുശേഷം എന്നെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞ് കുട്ടപ്പൻ ഒരുപാട് ഹാപ്പി ആയിട്ട് അവൻ ഉഷാറായിട്ട് ഓടും. അപ്പൊ ആ ചെക്കന്മാര് പറയും,
അവിടെ ഇപ്പോഴും ഒരുപാട് വില്ലൻ നിഞ്ചകളുണ്ട്. അവരുടെ കയ്യില് ഇവനെ കിട്ടിയ ഉറപ്പായിട്ടും ഇവനെ കൊന്നുകളയും. കട്ട് ചെയ്ത ക്ലാസ്സില് ഇപ്പൊ ഇറൂക്ക സെൻസായി ആള് വീണ്ടും നിങ്ങൾ ആരെങ്കിലും കുട്ടപ്പനെ കണ്ടോ, അവൻ എവിടെയാണെന്ന് ഇപ്പൊ സ്റ്റുഡൻസിനോട് ചോദിക്കും. അപ്പൊ ഷിക്കമരു അവൻ എഴുന്നേറ്റ് എന്ന് പറയും. അവനിപ്പോ ആ ഒരു വലിയ മലയുടെ പിന്നില് ഒരു ഡെഡ് ബോഡി നോക്കി പോയിരിക്കുകയാണ്. ഇവര് 4 പേരുമാണ് അവനെ പ്രലോഭിപ്പിച്ച് അവിടേക്ക് പറഞ്ഞയച്ചതെന്ന് പറഞ്ഞ് ആ 4 ചെക്കന്മാരെയും ഇപ്പൊ അവൻ കാണിച്ചു കൊടുക്കും. അത് കേട്ട് ടെൻഷനായ മാസ്റ്റർ ആള് പുറത്തേക്ക് ഓടും. അപ്പൊ അതേ സമയത്ത് കുട്ടപ്പൻ അവൻ ഒരുപാട് ഹാപ്പിയായി ഇപ്പൊ ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടി അവൻ ആ കാട്ടിലൂടെ ഓടുകയാണ്. അപ്പൊ അവന്റെ തൊട്ടടുത്തായി ഒരുപാട് വില്ലന്മാര് അവനെ ഫോക്കസ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.